പാപ്പ പോയിട്ട് വരാം. ഹലോ, അപ്പം ഞങ്ങളിന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വഴിയെ പറഞ്ഞുതരാം. അമ്മയുടെ മുഖം കണ്ടില്ല, എന്താ പറയുക, അങ്ങനെ അമ്മ രാവിലെ ഞങ്ങൾ അമ്മയോട് പറഞ്ഞു, അമ്മ ഞങ്ങളിന്നൊരു പുറത്ത് പോവുക, ഒരു സ്ഥലം വരെ പോവുക, അമ്മയോട് പറയൂല, സർപ്രൈസ് ആണെന്നൊക്കെ പറഞ്ഞു. അപ്പം അമ്മ ശരി ആയിക്കോട്ടെ, അമ്മ ചേച്ചി വെറുതെ പറയുന്നതായിരിക്കുന്നു. പക്ഷെ വൈകുന്നേരം ഞങ്ങൾ ഇറങ്ങിയപ്പോഴാണ് അമ്മ ഞെട്ടിപ്പോയി, ഇവർ സത്യം പറഞ്ഞോളത്. ഓക്കെ, അപ്പം ഞങ്ങളിന്ന് പോകുന്നത് കൊടൈക്കനാലിലേക്കാണ്. ഞങ്ങൾ കോഴിക്കോട് എത്തിയിട്ടാട്ടോ പ്ലാൻ ചെയ്ത് കൊടൈക്കനാൽ. അപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് എന്താ പറയുക, നേരിട്ട് പളനിക്കുള്ള ബസ് കിട്ടിയില്ല. അപ്പം നമ്മളിന്ന് ചുറ്റി വളഞ്ഞാൽ പോകുന്നത്. എന്നാലും അത്ര റേറ്റ് വരുന്നില്ല. റേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഫുള്ള് ഞാൻ പറയാം. ആദ്യം ഞങ്ങൾ പാലക്കാടേക്കാട്ടോ പോയത്. പാലക്കാടേക്ക് ഞങ്ങൾക്ക് 2 പേർക്ക് 140 രൂപയായിരുന്നു ടിക്കറ്റ് ആയത്. പിന്നെ അവിടെ കുറച്ച് നേരം വെയിറ്റിങ്ങിലൊക്കെ ഇരുന്ന് അത് കഴിഞ്ഞ് ഞങ്ങൾ KSRTC ബസ് സ്റ്റാൻഡിൽ പോയിട്ട് അവിടുന്ന് പൊള്ളാച്ചിക്കാണ് പോയിട്ട്. പാലക്കാട് നിന്ന് നേരിട്ട് പളനിക്ക് ബസ് കിട്ടുകയാണെങ്കിൽ ഏറ്റവും ഉപകാരം അതായിരിക്കും. അങ്ങനെ ബസ്സില്ലാത്തത് കൊണ്ട് ഞങ്ങൾ പൊള്ളാച്ചിക്ക് പോയി. പൊള്ളാച്ചി ആയതുകൊണ്ട് എനിക്കും ചേച്ചിക്കും വേറെ വേറെ സീറ്റ് കിട്ടി, അതിൻ്റെ സങ്കടം എനിക്ക്. അങ്ങനെ പൊള്ളാച്ചിയിലേക്ക് എത്ര രൂപ? 2 പേർക്കും കൂടെ 150 രൂപ. സത്യം പറയട്ടെ, പൊള്ളാച്ചി എത്തിയപ്പോഴാണ് ഞങ്ങൾ ഈ ട്രിപ്പ് വേണമെന്ന് ആലോചിച്ച് പോയത്. കാരണം പേടിച്ച് പോയി. ഒരു മനുഷ്യനില്ല അവിടെ. കുറച്ച് ആണുങ്ങൾ മാത്രമേ ഉള്ളൂ. കുറച്ച് ഉറങ്ങുന്നു, കുറച്ച് അതിലേതിൽ നടക്കുന്നു. അമ്മ എങ്ങനെ പറഞ്ഞാൽ ഞങ്ങളെ തല വിട്ടു. അങ്ങനെ എന്നിട്ട് പൊള്ളാച്ചി കുറച്ചേരം ഇരുന്നപ്പം അവിടുന്ന് ബസ് വന്ന്, പളനിക്കുള്ള ബസ് വന്ന് 55 രൂപ ഒരാൾക്ക്. പളനിക്കുള്ള ബസ് പളനിയാണോ പഴനിയാണോ എന്താ വാട്ടെവർ ഇറ്റ് ഈസ്. ഓക്കെ, ഞങ്ങൾ ബസ് കയറി. നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ. റോഡൊക്കെ എന്തൊരു ഭംഗിയായിരുന്നു, നല്ല അടിപൊളി റോഡൊക്കെ. പഴനി രാവിലത്തെ പഴനിയിൽ നിന്ന് ഫസ്റ്റ് ബസ്സുണ്ട്, കൊടൈക്കനാലിലേക്ക് 4:15 ബസ്സുണ്ട്. അപ്പോൾ അതിലാകെ ഒരു ലേഡീസ് സീറ്റ് ഒഴിവുണ്ടായിരുന്നുള്ളൂ. ഞാനും ചേച്ചിയും കൂടെ ആ കണ്ടക്ടറോട് കാല് പിടിച്ച് പറയും പോലെ പറഞ്ഞു. അപ്പോൾ ആ കണ്ടക്ടർ ഞങ്ങൾക്ക് തന്നു കേട്ടോ, ടോക്കൺ തന്നു. നമ്മൾ ടോക്കൺ എടുക്കും. 4:15 ബസ്സിന് ടോക്കൺ എടുക്കണം, ഫസ്റ്റ് ബസ് അതായിരിക്കും. അങ്ങനെ ബസ് കറക്റ്റ് 4:15 തന്നെ വന്ന് 3 മണിക്കൂറാട്ടോ പളനിയിൽ നിന്ന് കൊടൈക്കനാൽ. ഞങ്ങൾ ബസ്സിൽ നിന്ന് ഒരാളെ പരിചയപ്പെട്ടു. എന്തായിരുന്നു, ഭുവന എന്നാട്ടോ അവളുടെ പേര്. അവൾ ഞങ്ങൾക്ക് വഴി കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവളെ വീടും കൊടൈക്കനാലാണ്. കൊടൈക്കനാലിലേക്ക് ഒരാൾക്ക് 60 രൂപയാണ് കേട്ടോ. അങ്ങനെ കൊടൈക്കനാൽ രാത്രി ആയതുകൊണ്ട് ചുരം കയറുമ്പോൾ നല്ല പേടിയുണ്ടായിരുന്നു. ഡ്രൈവർ എങ്ങാനും ഇറങ്ങി പോകുമെന്നുള്ള ടെൻഷൻ, അതാണ് കാര്യം. ചുരം കയറാൻ വേണ്ടി തുടങ്ങിയപ്പോൾ തന്നെ തണുപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട്. തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പ്. നമ്മൾ അത്രയും പ്രതീക്ഷിച്ചില്ല. കാരണം ഇപ്പം തണുപ്പുണ്ടാവും, അടുത്ത മാസം തൊട്ടായിരിക്കില്ല തണുപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് പോയത്. അത് പറഞ്ഞപ്പോൾ നമ്മൾ ഈ പോണ വഴിക്ക്, ചുരം കയറി തുടങ്ങുന്ന വഴിക്ക് എന്താ പറയുക, ഞങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾ ചുരം കയറുമ്പം എൻ്റെ ചേച്ചീൻ്റെ ഹസ്ബൻഡ് ടീച്ചറാണ് സ്കൂളിൽ. അപ്പോൾ അവർ ടൂറ് പോയിട്ട് തിരിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങളറിയില്ല, ചേച്ചിക്ക് ഓർമ്മയേ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ചുമ്മാ ഞാനിങ്ങനെ പറഞ്ഞപ്പോഴാണ് ചേച്ചി ഓർത്തത്, അയ്യോ അവരങ്ങോട്ടാണല്ലോ ടൂറ് പോയതെന്ന്. അങ്ങനെ അപ്പോൾ സംഗീതേട്ടനെ വിളിച്ചു വെച്ചപ്പോൾ സംഗീതേട്ടൻ പറഞ്ഞു അത് തന്നെയായിരുന്നു ബസ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിതവിടെ ഒരു ബ്രേക്ക് ടൈം ഉണ്ടാവും, ചായ കുടിക്കാൻ വേണ്ടി നിർത്തും. അപ്പോഴേക്കും ഞാൻ വിറച്ചൊരു പരിവായി. എനിക്കാണെങ്കിൽ തലയിലിടാനൊന്നുമില്ല. മഞ്ഞ് മഴ പെയ്യും പോലെ വീണുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഒരു ചായയൊക്കെ കുടിച്ച്, ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ഉണ്ടായിരുന്ന അമ്മമാരെ പരിചയപ്പെട്ട് അവർ വർത്താനൊക്കെ പറഞ്ഞ് உங்களோட பேரு சொல்லு. என் பேரா கமலம். உங்களோட மேரி. പേരേ മറന്നിട്ട്. അങ്ങനെ നേരമൊക്കെ വെളുത്ത് ഇപ്പം നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി തുടങ്ങി കേട്ടോ. തണുപ്പ് പിന്നെ പറയണ്ടല്ലോ. തണുപ്പ് എനിക്കറിയത്തില്ല, ഇങ്ങനെ വിശദീകരിക്കണം എന്നറിയാത്തൊരു തണുപ്പാണ് അത്. അങ്ങനെ പിന്നെ ഭുവനയും വീഡിയോയിലൊക്കെ വന്നിട്ട്, അവൾ ആദ്യമൊന്നും വന്നില്ല. പിന്നെ ഈ ട്രിപ്പ് പൊള്ളാച്ചിത്തിപ്പോൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയെങ്കിലും ട്രസ്റ്റ് മീ ഗായ്സ്, നിങ്ങൾ ഒരു തവണയെങ്കിലും ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യണം ഇതുപോലൊക്കെ ഒരു യാത്ര. ഞങ്ങൾ ആദ്യമായിട്ട് പോകുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇത്ര എക്സൈറ്റ്മെൻറ്റ്. എന്നാലും ഈ കോടയൊക്കെ കാണുമ്പോണ്ടല്ലോ ഭയങ്കര ഒരു സന്തോഷം, ഒരു എന്താ പറയുക, നമ്മളെന്തോ സാധിച്ചതുപോലെ ഒരു ഫീലാട്ടോ. വഴിയിൽ മുഴുവൻ സൂര്യകാന്തിനെ പോലെ ഒരു മഞ്ഞ കളർ പൂവുണ്ട്, അതിൻ്റെ പല കളർ പൂവ് വേറെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു വെള്ളച്ചാട്ടം കൂടെ കാണാൻ വേണ്ടി പറ്റും ഈ പോകുന്ന വഴിക്ക്. ഇതിൻ്റെ പേര് സിൽവർ കാസ്കേഡ് എന്നാട്ടോ. ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ വേണ്ടി പോവാണ്. ഇനി കൊടൈക്കനാലിലേക്ക് കുറച്ച് ദൂരം മാത്രം, കറക്റ്റ് 3 മണിക്കൂർ എടുത്തോളൂ കേട്ടോ. നല്ല രസമല്ലേ സൂര്യനൊക്കെ ഇനി ഉദിച്ച് വരുന്ന കാണാൻ വേണ്ടി. ഡ്രൈവിങ്ങിൻ്റെ കാര്യത്തിൽ ഡ്രൈവർ ചേട്ടൻ സൂപ്പറായിരുന്നു കേട്ടോ. കറക്റ്റ് 3 മണിക്കൂറിൽ ഞങ്ങളെ കൊടൈക്കനാൽ കൊണ്ട് എത്തിച്ചു. അങ്ങനെ ഞങ്ങൾ കൊടൈക്കനാൽ എത്തിയിരിക്കുന്നു. അതിൽ തന്നെ 10 രൂപ കൊടുത്ത് ഞങ്ങൾ വാഷ്റൂം യൂസ് ചെയ്ത് ബ്രഷൊക്കെ ചെയ്ത് ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കി.
അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പോയി. ഇവിടെ എത്തിയപ്പോഴേക്കും വിശക്കാൻ തുടങ്ങി. പക്ഷേ ചായ കുടിക്കാൻ വേണ്ടി പോയത് കുറച്ച് എക്സ്പെൻസീവ് ആയിപ്പോയി. ഞങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷേ ചായയിൽ ഞങ്ങളുടെ കയ്യങ്ങ് വിട്ടുപോയി, കുറച്ച് റേറ്റ് കൂടിപ്പോയി. ഫസ്റ്റ് വ്യൂ പോയിൻ്റ് ആയിട്ട് ഞങ്ങൾ പോയത് കോക്കേഴ്സ് വർക്ക് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്തേക്കാണ്. അതെന്ന് വെച്ചാൽ നമ്മൾ ബസ്സിൽ നിന്ന് വരുമ്പോൾ കണ്ട കാഴ്ചകളിലെ കോട മൂടിയ സ്ഥലങ്ങളും അതൊക്കെ അത് കുറച്ചുകൂടെ ലൈവായിട്ട് കാണാൻ വേണ്ടി പറ്റും. നമ്മളിവിടെ വന്നിറങ്ങുമ്പോൾ തന്നെ നമ്മൾ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി കുറേ ആൾക്കാരുണ്ട് കേട്ടോ. സ്ഥലങ്ങൾ കാണിക്കാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് നമ്മളോട് പെർ ഹെഡ് പറഞ്ഞത് 300 രൂപ പറഞ്ഞു. അപ്പം നമ്മൾ വിചാരിച്ചു ശരി ഒറ്റയ്ക്ക് പോയാൽ എന്തായാലും ഇത്രയും സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പറ്റില്ല, നമുക്ക് സർവീസ് എടുക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ ഞങ്ങൾ എടുത്തതാണ്. അടുത്തത് ഞങ്ങൾ പോയത് ദ ഓൾഡസ്റ്റ് ചർച്ച് ഓഫ് കൊടൈക്കനാൽ, 150 വർഷം പഴക്കമുള്ള ലാ സെലേത്ത് ചർച്ചിലേക്ക് കേട്ടോ. അവിടെ നല്ലൊരു വൈബ് അതുണ്ടാവും. അത് കുട്ടികളുണ്ടാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തുണിയൊക്കെ കെട്ടി വെക്കുന്നതാണ് ആൾക്കാർ വിശ്വാസം. നെക്സ്റ്റ് ഒരു കുട്ടി വാട്ടർഫാൾ ആയിരുന്നു കേട്ടോ. ഈ വാട്ടർഫാളിൻ്റെ പേര് പാമ്പാർ ഫാൾസ് എന്നാണ്. ഞാൻ വെള്ളത്തിലിറങ്ങില്ല, ചേച്ചി വെള്ളത്തിലിറങ്ങി. ഭയങ്കര തണുപ്പാണ്, എനിക്ക് ഷൂ ആയിരുന്നുകൊണ്ട് അത് നനയ്ക്കാൻ കഴിയില്ലാത്തതുകൊണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ സൂയിസൈഡ് പോയിന്റിലേക്ക് പോയി. സൂയിസൈഡ് പോയിന്റിൽ ഒരു തിരക്ക് ഇതുണ്ട്, കുറച്ച് ഒരു വൈബ് അടിച്ചു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. തിരക്കെന്ന് പറഞ്ഞാൽ അത്രയും തിരക്ക്, ശ്വാസം വിടാൻ പോലും പറ്റുന്നില്ല, അത്രയും തിരക്ക്. ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നു. ഇതൊന്നും അല്ല, വേറൊരു കാഴ്ച കൂടെ ഉണ്ട്, അത് വഴിയേ വരും. വെയിറ്റ് ചെയ്യട്ടോ ആ കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട്. നമുക്ക് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും, ചോക്ലേറ്റൊക്കെ വാങ്ങാനൊക്കെ പറ്റും. പക്ഷെ എന്താ, നിന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കും. പോണ വഴിക്ക് കുതിരയൊക്കെ ഉണ്ടായിരുന്നു. ഇനിയാണ് മെയിൻ ഒരു സ്ഥലം. ഈ സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറയണം. കുട്ടിമാമ, ഞാൻ ഞെട്ടി മാമ എന്ന് പറഞ്ഞൊരവസ്ഥയായിരുന്നു ഞാനും ചേച്ചി അവിടെ കയറിയപ്പം. ഇതാണ് നമ്മുടെ വൈറലായ ഊണ കേവ്. ഇവിടെ ഇപ്പോൾ കുറച്ച് പണി, ഇപ്പോൾ ഇത്രയും വൈറലായ സ്ഥിതിക്ക് കുറച്ച് പണിയൊക്കെ നടത്തി ഡെവലപ്പാക്കുക എന്നുള്ള രീതിക്കാണ് ഇപ്പോൾ അവരുള്ളത്. അങ്ങനെ ഞങ്ങൾ ഉള്ളോട്ട് പോകുന്തോറും ഞങ്ങളിങ്ങനെ ഞെട്ടി തരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഉള്ളോട്ട് പോകുമ്പോൾ ഒരു രക്ഷയില്ലാത്ത തിരക്കായിരുന്നു കേട്ടോ. ഉള്ളിലോട്ട് പോകുന്നോറും എല്ലാവരും അങ്ങോട്ട് പോകാമെന്നല്ലാണ്ട് ഇങ്ങോട്ടേക്ക് ആരും വരുന്നത് കാണുന്നില്ല. ഉള്ളിലോട്ട് ചെന്നപ്പോഴാണ് എന്താ ഇപ്പോൾ പറയുക, ആൾക്കാർക്കൊക്കെ വിവരം കൂടിപ്പോയതാണോ അതോ വിവരം ഇല്ലായ്മയാണോ ഈ കാണിച്ചു കൂട്ടുന്നതെന്ന് അറിയത്തില്ല. ഫുള്ള് സുഭാഷ് കുട്ടേട്ടൻ തരംഗമായിരുന്നു. ഈ ഒരൊറ്റ സീനോടെ ഞാൻ ആ സിനിമയെ വെറുത്തുപോയൊരവസ്ഥയായിരുന്നു കേട്ടോ. ഒരുമാതിരി ഇത്രയും പ്രകൃതി രമണീയമായൊരു സ്ഥലത്തിന് എല്ലാവരും കൂടെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടും പോലെ. ഇനി ഞാൻ മിണ്ടാണ്ട് നിൽക്കുക, നിങ്ങളൊന്ന് കേട്ട് നോക്കിട്ടോ. കണ്ടോ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. എനിക്ക് ചേച്ചി കുറച്ച് നേരം അവിടെ ഇരിക്കണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ അലറി കൂവുന്ന സൗണ്ട് കാരണം എങ്ങനെയും ഇറങ്ങി ഓടിയാലോ എന്നുള്ളൊരു തോന്നലാണ്. പിന്നെ അങ്ങോട്ടേക്ക് കുറേ മലകളൊക്കെ ഉണ്ട്. പക്ഷേ ഈ കോട ഫുള്ള് മൂടിയിരിക്കുന്നുണ്ട്, മലയൊന്നും കാണാൻ വേണ്ടി പറ്റുന്നില്ല. ചില ഷോട്ടൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, കുറച്ചപ്പുറം കാണാം. പിന്നെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുഴികളൊക്കെ ഉണ്ട്. ശരിക്കും നമ്മൾ ആ സിനിമയിൽ കാണുമ്പോൾ തന്നെ ഒരു പേടിയാവും കേട്ടോ. കുഴിയൊക്കെ കാണുമ്പോൾ എങ്ങനെ ഇതിൻ്റെ അകത്തെങ്ങാനും വീണാൽ തീർന്ന്. പിന്നെ സുഭാഷയെ കുട്ടികൾക്ക് തരംഗമായിരിക്കും അവിടെ, ഓൾറെഡി അതാണ്. ഇതുണ്ട് മല കോട പോയപ്പോൾ ഞാൻ എടുത്ത വീഡിയോ. എങ്ങനെയുണ്ട് എൻ്റെ ഒരു കഴിവേ? അത് ചേച്ചി പറഞ്ഞു കേട്ടോ, എടി കോട കാറ്റ് വരുമ്പം മാറും, അപ്പം വീഡിയോ എടുക്കാൻ വെച്ചുകൊണ്ടിരിക്കുന്നു പറഞ്ഞിട്ട് ചേച്ചിയാണ് പറഞ്ഞതെന്ന് ഞാൻ എടുത്ത്. ഈ മുകളിൽ കയറിക്കുന്നതും കുറേ കുട്ടേട്ടന്മാരും സുഭാഷ് ചേട്ടന്മാരും കേട്ടോ. എന്ത് ചെയ്യാൻ, ഒരു സിനിമയുടെ ഒക്കെ ഒരു ഇതേ. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി ഉച്ചയായിട്ട് അപ്പോഴേക്കും പിന്നെ വിശക്കാനൊക്കെ തുടങ്ങി. വൈകുന്നേരം ഞങ്ങൾ ചോറ് തിന്നത്. ഇത് കണ്ടോ പാർക്കിങ്ങിന് അവിടെ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നപ്പോൾ പാർക്കിൻ്റെ അവിടെ ഭയങ്കര തിരക്കാണ്. ഉച്ചയ്ക്ക് ഞങ്ങൾ കഴിച്ചെന്താണെന്ന് വെച്ചാൽ മുട്ട ബജ്ജിയും പിന്നെ മുളക് ബജ്ജി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ മുളക് ബജ്ജി, നല്ല ടേസ്റ്റായിരുന്നു, ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ അവിടുന്ന് അടുത്തത് ഞങ്ങൾ പൈൻ ഫോറസ്റ്റിലേക്കാണ് പോയത്. ഇവിടെയൊക്കെ ഞാൻ 9ാം ക്ലാസ് നിന്നാണ് 10 നിന്നാണ് ടൂറ് പോയപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേച്ചി ആദ്യമായിട്ടാണ് വരുന്നത്. അതാ പിന്നെ നമ്മൾ കൊടൈക്കനാൽ പോകുമ്പോൾ ശരി ആയിക്കോട്ടെ ഓർമ്മകളൊക്കെ ഒന്ന് പുതുക്കാമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്നത്. ഞങ്ങൾ ഈ പൈൻ മരത്തിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ച് കുറേ ഞാൻ എൻ്റെ ഓർമ്മകളൊക്കെ പുതുക്കി. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഞങ്ങൾ ഈ യാത്രയിൽ കുറച്ച് നല്ല മനുഷ്യരെ പരിചയപ്പെട്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ സ്വാഭാവികമായിട്ട് മലയാളികൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ ഒന്നെങ്കിൽ പറ്റിക്കാൻ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരായിരിക്കില്ല അധികം ഉണ്ടാവുക. പക്ഷെ അങ്ങനെ അല്ലാത്ത കുറേ ആൾക്കാരെ കണ്ടായിരുന്നു, പരിചയപ്പെട്ടായിരുന്നു. പിന്നെ എനിക്ക് ഈ ട്രിപ്പിൽ തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങളിതുപോലെ ഒറ്റയ്ക്കൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെ വന്നിട്ട് വണ്ടി റെൻ്റ് എടുക്കുമായിരിക്കും. കാരണം ഈ സ്ഥലങ്ങളൊക്കെ ചുറ്റുവട്ടത്തുള്ള കാരണം നമുക്ക് പോയി വരാം. അല്ലെങ്കിൽ ഈ സർവീസ് ആണെങ്കിൽ ടൈം ലിമിറ്റ് ഉണ്ടാവും. വണ്ടി ആകുമ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് പോയി വരാമല്ലോ ഇഷ്ടത്തിനനുസരിച്ച്. പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ലേക്കിലേക്കാട്ടോ പോയത്. ലേക്കിൽ ഭയങ്കര ചൂടായിരുന്നു, വെയിൽ കാരണം. ഈ വെയിലില്ലായിരുന്നെങ്കിൽ നമുക്ക് സൈക്കിളൊക്കെ ഓടിക്കാമെന്നൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര വെയിലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ പ്ലാൻ അങ്ങ് മാറ്റി അവിടെ അധികം നിന്നില്ല, തിരിച്ചിങ്ങോട്ട് പോകുന്നു. ലേക്കിലിറങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ ഒടുക്കത്തെ വെയിലല്ല പോലോ, ഭയങ്കര വെയിൽ. നമ്മളങ്ങനെ നൈസായിട്ട് ഇറങ്ങുകയാണ്. ഇനി എങ്ങോട്ടാ?
പളനി അടയ്ക്കുന്ന പറയണേ നമ്മളെപ്പോ നോക്കാം. വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ ചോറ് തിന്ന് നേരെ ഇനി പഴനിക്ക് പോകാമെന്ന് വിചാരിച്ചു. അവിടെ 9 മണി വരെയാണ് നട തുറക്കുക എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങോട്ട് വിട്ട് ഇറങ്ങിയ പാടിനെ പഴനിക്കുള്ള ബസ് കിട്ടി കേട്ടോ. ഭയങ്കര സർപ്രൈസാണ് പഴനിക്കുള്ള യാത്ര. കാരണം എന്താ വെച്ചാൽ ഞങ്ങളുടെ പ്ലാനിലേ ഉണ്ടായിരുന്നില്ല പഴനി പോകുക എന്നുള്ളത്, പഴനിമല കയറുക എന്നുള്ളത്. അപ്പോൾ വിചാരിച്ചെന്നാൽ വൈകുന്നേരം എത്തുകയാണെങ്കിൽ എന്തായാലും പഴനി കയറാം. ഞങ്ങളിപ്പോൾ തിരിച്ചു പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പഴനി പോയിട്ട് കോയമ്പത്തൂർക്ക് പോകും. കോയമ്പത്തൂരിൽ നിന്ന് 3:30 പുലർച്ചെ 3:30 ഒരു ട്രെയിൻ ഉണ്ട് കോഴിക്കോടേക്ക്, അതിനായിരിക്കും. ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കേക്കും ചായയും കുടിച്ച് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കേക്കിന്. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ പഴനിയിലെത്തി. പഴനിയിൽ എത്ര മണിയായപ്പോൾ എത്തി? 7 മണിയൊക്കെ ആയപ്പോൾ എത്തിയിരുന്നു. 7-7:30 ആയപ്പോൾ എത്തി. ഞങ്ങൾ അമ്പലത്തിലേക്ക് നടന്ന് ഞാൻ ആദ്യമായിട്ട് പോകുന്നത്. ചേച്ചി മുന്നേ കുടുംബക്കാരൊക്കെ ഒപ്പരം പോയിട്ടുണ്ട്. ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തപ്പോഴാണ് എൻ്റെ പീരിയഡ്സ് എന്നെ ചേച്ചി ഇത് കണ്ടത്. ഞാൻ വിചാരിച്ച ആദ്യം അമ്പലമാണ്, പിന്നെയാണ് ബോർഡ് കണ്ടത് അത് കുളിമുറിയാണ് സ്ത്രീകളുടെ. പഴനിമല കാണുന്നുണ്ട് അവിടുന്ന്. ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ് ആകാംക്ഷയോട്. പക്ഷേ അവിടെ എന്താ ഫോണൊന്നും അലൗഡല്ല. ഫോണൊക്കെ നമ്മളിവിടെ കൊടുത്തിട്ട് വേണം പോകാൻ. 5 രൂപ അങ്ങനെ ചാർജ് ഉണ്ടാവും, കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ മല കയറി തിരിച്ചിറങ്ങി. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കാരണം പോകുമ്പോൾ എനിക്ക് വലിയ സീനൊന്നും ഇല്ലായിരുന്നു. തിരിച്ചിറങ്ങുമ്പോൾ എൻ്റെ കാല് രണ്ടും വിറക്കിയായിരുന്നു, കിടുകിടാ വിറക്കിയായിരുന്നു. കോയമ്പത്തൂർക്കുള്ള ബസ്സും കയറി. ഒരു ദിവസം കൂടെ സ്പെൻഡ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഇനി ഞങ്ങൾ ഒരു ദിവസം കൂടെ എടുത്താൽ അമ്മ വീട്ടിൽ കയറ്റില്ല, അത് ഉറപ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. കോയമ്പത്തൂരേക്ക് 87 രൂപ ഒരാൾക്ക്. കോയമ്പത്തൂർ ഞാൻ നല്ല ഉറക്കമായിരുന്നു ബസ്സിൽ നിന്ന്. ഉറക്കം എഴുന്നേറ്റ് പിന്നെ ചായയൊക്കെ കുടിച്ച് കോഴിക്കോടും എത്തി. തിരിച്ച് വീഡിയോ ഒന്നും എടുത്തില്ല. അങ്ങനെ നേരെ വീട്ടിലെത്തിയില്ല. ഞങ്ങളെ കൂട്ടാൻ വേണ്ടി ഞങ്ങളെ പൊന്നാങ്ങള വന്നിട്ടുണ്ടായിരുന്നു. പൊന്നാങ്ങളയുടെ ബൈക്കിൽ ഞങ്ങൾ ഈ വിശേഷമൊക്കെ പറഞ്ഞ് വീട്ടിലൊക്കെ എത്തി. ഇനിയാണ് അമ്മയുടെ എക്സ്പ്രഷൻ. അമ്മ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണെന്നൊന്നും കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല, ചിരിച്ച് തള്ളിക്കളഞ്ഞു. ഇത് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ആരെയും പ്ലാൻ ചെയ്യുന്നുണ്ട് ഇതുപോലെ കൊടൈക്കനാൽ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്, അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ബൈ.